ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ രേഷ്മ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രംപിനെ പറ്റിയിട്ട് അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ സ്ട്രിമ്പിൻ്റെ കുറച്ച് നാൾക്ക് മുന്നേ, ഒരു 1 വീക്ക് മുന്നേ നമ്മൾ സ്ട്രിമ്പിനെ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പോസ്റ്റ് ഇട്ട സമയത്തായിരുന്നു ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ട് ഇത്രയും സംശയങ്ങളോ എന്ന് ആലോചിച്ച് പോയി. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു മറ്റു മീനുകൾ, മറ്റ് അലങ്കാര മീനുകളിൽ നിന്നും അതുപോലെ തന്നെ ഗപ്പികളിൽ നിന്നൊക്കെ ഒരുപാട് എളുപ്പമാണ് സ്ട്രിമ്പിനെ വളർത്താനായിട്ട്. കാരണം നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 1 വീക്കൊക്കെ കൂടുമ്പോൾ നമ്മളിപ്പോൾ വെള്ളം മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് ഈ ഒരു സ്ട്രിമ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കാനേ വേണ്ട. പിന്നെ നമ്മൾ ഗപ്പീനെയൊക്കെ നമ്മൾ ബ്രീഡിങ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ മാറ്റിയിടുമല്ലോ. കാരണം ഗപ്പിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങൾ കുഞ്ഞുങ്ങളെ കഴിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടില്ല. ആ ഒരു ബ്രീഡിങ് കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പിടിച്ച് തിന്ന് കളയും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു സ്ട്രിമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കാനേ വേണ്ട. കാരണം നമ്മൾ ഇത് ഒരു കൂട്ടത്തോടു കൂടി, ഒരു കോളനി ആയിട്ട് താമസിക്കുന്ന ഒരു കൂട്ടം ചെമ്മീനുകൾ. അപ്പോൾ അതുങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അതുങ്ങൾ തന്നെ പിടിച്ച് തിന്നുന്ന ടെൻഡൻസിയും കാര്യങ്ങളൊന്നും ഇവയ്ക്കില്ല. അതുമാത്രമല്ല, എല്ലാ മറ്റു മീനുകളെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും എളുപ്പത്തിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു നല്ലൊരു ഒരു ബിസിനസ് തന്നെയാണ് ഈ ഒരു സ്ട്രിമ്പിൻ്റെ ബിസിനസ് എന്ന് ഞാൻ പറയും. കാരണം അങ്ങനെയാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതിൻ്റെ ഭംഗി തന്നെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഗതി. കാരണം ഭയങ്കര കൗതുകം ഉണർത്തുന്ന തരത്തിലുള്ളൊരു ഭംഗിയാണിതിന്. പല ഷെയ്ഡിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ റെഡ് ഉണ്ട്, അതുപോലെ തന്നെ മഞ്ഞയുണ്ട്. മഞ്ഞയിൽ തന്നെ നമുക്ക് ഗോൾഡൻ ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. അതിന് നമ്മൾ റേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള കടകളിൽ ഒരു 100 to, നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു 100-നും 300-നും ഇടയിലാണ് അതിൻ്റെ എമൗണ്ട് മാത്രം വരുന്നത്. നമ്മളത് 35-നാണ് കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. റെഡിൽ തന്നെ നമുക്ക് റില്ലി എന്ന് പറഞ്ഞൊരു ഐറ്റം, അതായത് നടുക്ക് ഒരു വൈറ്റ് പോലെ വന്നിട്ട് വാലും തലയും റെഡ് മാത്രമായിട്ട് ഇരിക്കുന്ന. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ബ്ലൂ റില്ലി വരുന്നുണ്ട്, ബ്ലൂ കളറായിട്ട് വരുന്നത്. പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്, കോഫി അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള പച്ച കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പച്ച ഉണ്ടായിരുന്നു, നമ്മൾ മിക്സഡ് സ്ട്രിംപ് ആയിട്ട് ഇട്ട സമയത്ത് നമുക്ക് പച്ച കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല കളറിൽ ഏതാണ്ട് ഒരു 1.5 to 2 ഇഞ്ച് മാത്രമേ ഇത് വലിപ്പം വെക്കുള്ളൂ. ഒരുപാട് വലിയ വലിപ്പത്തിലേക്കൊന്നും ഇത് എത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുണ്ടാവുന്ന മുട്ടകൾ, ഇത് ഈ ഒരു എഗ്ഗ് ഇവർ തന്നെ കൊണ്ട് നടന്നോളും. അതാണ് മറ്റൊരു ഗുണം. അതുകൊണ്ട് തന്നെ മറ്റു മീനുകളിൽ നിന്നൊക്കെ ഇത് രക്ഷിക്കുമെങ്കിൽ പോലും മറ്റു മീനുകളുടെ കൂടെ ഇട്ട് വളർത്താതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഗപ്പീനെയൊക്കെ എടുത്ത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗപ്പിയുടെ കുഞ്ഞിനെ തന്നെ ഗപ്പി കഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും കൂത്താടി കുഞ്ഞുങ്ങളേക്കാൾ, നമ്മുടെ കൊതുകിൻ്റെയൊക്കെ കൂത്താടി കുഞ്ഞുങ്ങളേക്കാൾ വളരെ പൊടിയാണ് സ്ട്രിമ്പിൻ്റെ കുഞ്ഞ്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു വട്ടയിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. സ്ട്രിമ്പിൻ്റെ കുഞ്ഞ് എത്ര പൊടിയാന്ന് നോക്കൂ. അത് ഉറപ്പായിട്ടും നമ്മൾ ഗപ്പിയുടെ കൂടത്തിലൊക്കെ ഇട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രിമ്പിനെ ഉപദ്രവിക്കില്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾക്ക് അതൊരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രിമ്പിനെ ഒറ്റയ്ക്കിട്ട് വളർത്തുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയും. എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യമാണ്. നമ്മളിങ്ങനെ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരാഴ്ച വരെയൊക്കെ ഫുഡ് കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോൾ മീനൊക്കെ വളർത്തുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കണമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും, ഇല്ലെങ്കിൽ ചത്തുപോകുമല്ലോ. ഈ ഒരു സ്ട്രിമ്പാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇതുങ്ങൾക്ക് മെയിനായിട്ട് തണുപ്പാണ് വേണ്ടത്. അതുപോലെ തന്നെ നല്ല വാട്ടർ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇവരെടുത്തോളും. ഫുഡ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഒക്കെ തോട്ടിലും ഒക്കെയുള്ള ആ ഒരു വാട്ടർ ക്യാബേജ് എന്നൊക്കെ പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് മാത്രമാണെങ്കിലും നമുക്ക് മതിയാവും. അതല്ലാതെ നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് കമ്പാണ് വാട്ടർ പ്ലാന്റിൻ്റെ എന്നുണ്ടെങ്കിലും അത് നന്നായിട്ട് നിറയും. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. പൈസ കൊടുത്ത് മേടിച്ചാലെങ്കിൽ പോലും നമ്മൾ ശരിക്കും സ്ട്രിമ്പിനെ നമ്മൾ വിൽക്കാൻ നേരത്ത്, നമ്മൾ സെയിലിനിടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു വാട്ടർ പ്ലാന്റിൻ്റെ ഒരു കമ്പും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും. എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു, നമുക്ക് കിട്ടിയ എല്ലാവരും അങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ എന്തുകൊണ്ടും ശരിക്കും
നിങ്ങളൊന്ന് നോക്കി നോക്കൂ. കാരണം ഏറ്റവും എളുപ്പവുമാണ്, നല്ലൊരു കൗതുകവുമാണ്. നമ്മുടെ ഒരുപാട് പേര് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. മറ്റു മീനുകളുടെ കൂട്ടത്തിലിട്ട് വളർത്താമോ, മണ്ണിട്ട് കൊടുക്കാമോ, അതിൻ്റെ ഫുഡിൻ്റെ രീതി. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ ചീരയുണ്ടോ? നമുക്ക് സത്യം പറഞ്ഞാൽ ഫുഡിൻ്റെ പൈസയൊന്നും കയ്യിൽ നിന്ന് പോകുന്ന പോലും ഇല്ല. വീട്ടിൽ ചീര ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മൾബറിയുടെ ഇലയോ അതൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുക്കുമ്പറിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒന്നുകൊണ്ട് എന്താ പറയുക, ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇത് സെയിലിനിട്ട സമയത്തായിരുന്നു, നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് മേടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തന്നെ കോമൻ്റ് ആയിട്ട് അറിയിക്കാനായിട്ട് മറന്നുപോലെ. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രിമ്പിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നമ്മളെ കോൾ ചെയ്യാവുന്നതാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റയുടെ ID ഞാൻ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 35-ൻ്റെ ഓഫർ ഓൾറെഡി കഴിഞ്ഞു, അതും കൂടി പറഞ്ഞുകൊള്ളട്ടെ. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ 35-ന് ആർക്ക് കൊടുത്തുകൊണ്ടിരുന്ന വെച്ചെങ്കിലും വലിയ വില വ്യത്യാസമില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലൊന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിമ്പിന് 100 to 300, 350 വരെ റേറ്റ് പോകുന്നുണ്ട്. കളർ അടിസ്ഥാനത്തിലാണ് റേറ്റ് പോകുന്നത്. ഗോൾഡൻ ബാക്കിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഗോൾഡൻ ബാക്ക് ഇല്ല. അതല്ലാതെ റെഡ്, ബ്ലൂ അത്യാവശ്യമുള്ള എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, വിലയിൽ വലിയ ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് നമ്മളിപ്പോഴും കൊടുക്കുന്നത്. 40, 45, 60 അത്രയും റേഞ്ച് വരെയൊക്കെ പോകുന്നുള്ളൂ നമ്മുടെ എമൗണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എഗെയിൻ പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.